ഉറങ്ങിപ്പോൾ എനിക്കുള്ളട്ടാ. ഞാനേ അതിൻ്റെ പച്ചമ്മൊന്നുമില്ല, എല്ലാവരും പറമ്പിലേക്ക് പോയിക്കാണ്. അപ്പം ഞാൻ പറമ്പിൻ്റെ വിശേഷം കാണിച്ചേട്ടാ. ചെറിയ പറമ്പാണ്, കുറച്ച് നാൾ കൊണ്ട് അതൊരു നല്ലൊരു കൃഷിത്തോട്ടാക്കി മാറ്റിയേട്ടാ. അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് പറമ്പിലോട്ട് പോവാം. അപ്പം എന്നോട് വീടിനോട് ചേർന്ന് തന്നെ കേട്ടാ, വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൽ കൂട്ടട്ടെ. അപ്പോൾ കൃഷിയിടെന്ന് പറയുമ്പോൾ നമ്മൾ വീടിനോട് ചേർന്ന് തന്നെ ഉണ്ടാകും. അത് തൊട്ടപ്പുറത്തെ പറമ്പാണ്. അങ്ങോട്ട് പോവാം നമുക്ക്. ആ താക്കോലല്ലേ നമ്മുടെ മാതാശ്രീ ഉണ്ട. പാൻറ്റിയുടെ വീടിൻ്റെ താക്കോല് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ പറമ്പൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പരീക്ഷണാടിസ്ഥാനം ഒരു 15 ഞാലിപ്പൂവൻ വാഴകളോട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാതാശ്രീ. അമ്മ ഇത് എത്ര മാസമായി? ഇപ്പോൾ 3 മാസമായാ? 3 മാസം കഴിഞ്ഞല്ലേ? അപ്പോൾ 1.5 ആടല്ലേ നമ്മൾ നനക്കറിയിനി. 1.5 ആടം ഉണ്ടാകുക നനച്ചു കൊടുക്കാറ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇത് മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് വേറെയും വാഴകളും വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു പപ്പയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ഇവിടെ ഒരു ഓടും വീടൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മളത് പൊളിച്ച് കളഞ്ഞ്. പിന്നെ നമ്മുടെ പറമ്പിൽ ഒരു മാവുണ്ട്, കായ്ക്കണ മാവാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ മാവമ്മത്തെ. അതേപോലെ കുറച്ച് വാഴകൾ, പഴയ പണ്ടുണ്ടായ വാഴകളുണ്ടാ. പിന്നെ അതേ കരിമ്പുണ്ട് പറമ്പിൽ. കരിമ്പ് ഇങ്ങനെ വെള്ളമൊന്നും അടിക്കാത്തതുകൊണ്ട് കരിമ്പ് ഇങ്ങനെ പൊക്കം വെച്ച് പോവുകയാണ്. അധികം ഇതൊന്നുമില്ല കേട്ടോ. വെള്ളം കണ്ടിന്യൂസ് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കരിമ്പ് നല്ല രീതിയിൽ നല്ല മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടമാനുണ്ട് കേട്ടോ കരിമ്പ്. പിന്നെ നമ്മുടെ നെല്ലിപ്പുളി മരമുണ്ട്. പിന്നെ അതേ ഇവിടെ കശുമാവ്, അത് പറിച്ച് വെച്ചാണ് കേട്ടോ. അതിൻ്റെ വേരിന് ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിൽ കരിച്ചിൽ വരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ ഒരു പറമ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത പറമ്പിലോട്ടുള്ള കവാടം ഉണ്ടാകും. അപ്പോൾ അത് കടന്ന് വരുമ്പോഴുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. ആൻറ്റി പോയാ? അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മുക്കുട്ടി, എൻ്റെ അച്ഛനാണ് കേട്ടോ. കാക്കറോടി കേട്ടാ. ഇതാണ് നമ്മുടെ സഹോദരൻ, എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ. പറമ്പിലെ പണിക്കാരിയല്ലേ, ആള് വെറുതെ ഒന്ന് സഹായിക്കാൻ വരണേണ്ട. ഇവിടെ ആയിട്ടൊരു കോഴിക്കൂടുണ്ട്. നിലവിൽ കോഴികളൊന്നും ഇല്ല കേട്ടോ. വലിയ കൂടുണ്ടായി, കോഴിക്കൂട് കൊടുത്ത്. അപ്പോൾ അതേ നമ്മുടെ യൂറിൻ, പശുവിൻ്റെ യൂറിനും സംഭവങ്ങളൊക്കെ പോണതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കെടുത്ത് നമ്മൾ തളിച്ചു കൊടുക്കാറുണ്ടല്ല. എന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമ്മളത് കലക്കി നമ്മുടെ ചെടികൾക്കൊക്കെ പിന്നെ കലക്കി ഒഴിച്ചു കൊടുക്കട്ടെ. അതേ നമ്മുടെ ഡ്രമ്മിൽ നമ്മളൊരു പ്ലാവാണ് നിൽക്കുന്നത് കേട്ടോ. അത് വേഗം കായ്ക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് പശുവിൻ്റെ വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അത് ഞങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്തിരിക്കണത് കേട്ടോ. അപ്പോൾ ഇവിടേതായിട്ട് ഒരുപാട് ചെടികളും ഈ തെങ്ങുകളൊക്കെ ഉണ്ട്. തെങ്ങുകളൊക്കെ ഏകദേശം 1.5 വർഷത്തോളം ആയിട്ട് ഇപ്പോൾ നമ്മൾ പറമ്പെടുത്തപ്പോൾ തൈയ്യൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഉഷാറായത് ഇവിടെ ആയിട്ട്. അപ്പോൾ ഇത് അവക്കാടോ മരം ഉണ്ടാകും. നമ്മൾ ജ്യൂസ് അടിക്കാൻ മേടിച്ച അവക്കാടോ കുഴിച്ചിട്ടാണ്. അപ്പോൾ അത് ഇതൊക്കെ വളർന്നു കുറേ നാളായിട്ടോ, ഒരു 3-4 വർഷമായി ഈ സ്റ്റേജിൽ തന്നെയാണ്. വേറെ കൂടെ ഉണ്ട് കേട്ടോ അവിടെ, അതും കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മരം നമ്മേ ഈ മരം ഇത് അവക്കാടോ മരമോ? ഇതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു ആടി നല്ലതായിട്ട് അതില്ല. ഇത് അവക്കാടല്ലല്ലോ. ഇത് അതെന്ത് മരന്നോ? ഇത് മറ്റേ മരമല്ലേ നമ്മുടെ പഴയ ഇവിടെ ഉണ്ടായിരുന്ന. പിന്നെ ചീരയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുള്ളതൊക്കെ പൊട്ടിച്ചങ്ങ. ഇതേ കോവലുണ്ട് കേട്ടോ. ഒരുപാട് കോവയ്ക്ക ഉണ്ട്. ഇതേ പയറ്, നമ്മുടെ പയർ കുറച്ച് ഇതേ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റിക്ക് കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതേ നമ്മുടെ കോവക്കായ ചെറുതായിട്ട് അങ്ങ് പൊട്ടിച്ചിട്ടാ. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് ഏകദേശം അതിൻ്റെ പരിപാടി കഴിയാറായിട്ടാണ്. അങ്ങനെ ഇത് ആ ഭാഗത്തും കുറേ വാഴ ഉണ്ട് കേട്ടോ. ഇതപ്പോൾ അബിയു എന്ന് പറഞ്ഞ മരം ഉണ്ടാ. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതേ നമ്മുടെ മരം അതും ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. ഇതുണ്ടാവണം പഴം വല്ലതും ഉണ്ടാവണം. ചീര വിത്ത് അത് മൂക്കുമ്പോൾ നമുക്ക് പൊട്ടിച്ച് വീണ്ടും നടാട്ടാ.
വൈറ്റ് ജീരയാണ് ഇത്. ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. നമ്മുടെ വാഴക്ക് നോക്കിയേ, നമ്മുടെ ജൈവവളം എന്ന് പറയുന്നത് ഇതാണ്ടോ, ചാണകവും മൂത്രവും കലക്കി തവിടൊക്കെ കൂട്ടി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാടൻ തക്കാളി കേട്ടോ, പൊട്ടിച്ച് കുറച്ച് പഴുപ്പ്, പക്ഷേ പൂപ്പല് എത്ര പുഴുക്കേടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ തക്കാളി രണ്ടു മൂന്ന് അച്ഛൻ കളഞ്ഞിട്ടാ, പുഴുക്കേട് വരുന്നുണ്ട്. ചീര ഇതേപോലെ, കുമ്പളം, മത്തങ്ങ സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിലുണ്ട്. വാഴ ഇത് ഏകദേശം 7 മാസം കൊണ്ട് വായിക്കണതാണ്, പക്ഷെ ഇതൊരു 5 മാസം ആയപ്പോഴത്തേനും ഇത് കായ്ച്ചു കൂട്ടാ, കൊലയിട്ട്. നമ്മുടെ അപ്പുറത്തെ പറമ്പുണ്ട, അപ്പോൾ നമുക്ക് അപ്പുറത്തൊരു ചെറിയ കഷ്ണം പറമ്പുണ്ട്, അപ്പുറം പാടമൊക്കെയാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് വാഴകളൊക്കെ ഉണ്ട് കേട്ടോ, സാധാ വാഴകളെ പക്ഷേ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിൽ വിശേഷങ്ങൾ കേട്ടോ. അതൊക്കെ കളിച്ചിരുന്ന പാടവും പറമ്പൊക്കെയാണ്. കുഞ്ഞി തെങ്ങുകളൊക്കെയാണ്, ഇപ്പം ഒക്കെ വലുതായിട്ടാ നമ്മുടെ പറമ്പിലുണ്ട് കേട്ടോ. ഒക്കെ 1.5 വർഷത്തോളം പ്രായമായ തെങ്ങുകളാണ്. നമ്മുടെ പഴയ വീട് പൊളിച്ചതിൻ്റെ ഓടും കാര്യങ്ങളൊക്കെയാണ്. ഈ വാഴയ്ക്ക് ഏകദേശം ഒരു 10 മാസമായില്ല ഈ വാഴയ്ക്ക്. അത് 5-8 എണ്ണം ആ ഒരു ഭാഗത്ത് ഞങ്ങൾ വെട്ടിയല്ലേ. ഇല്ലേ, എത്ര മാസമായി? ഇതൊക്കെ ഒരു 7 മാസമായില്ലേ? ഇത് 7 മാസമായപ്പോൾ വെട്ടിയത് നമ്മൾ. 7 മാസം അതിൻ്റെ ഒപ്പം വെച്ചല്ലേ. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്. തെങ്ങ് 3 എണ്ണോ അങ്ങോട്ടേ ഉള്ളൂ നമ്മുടെ പറമ്പിൽ. അതിലൊരു തെങ്ങുണ്ട, അതൊക്കെ വെച്ച് സെറ്റാക്കാനുണ്ട്. പക്ഷേ ടോപ്പിൽ ഭയങ്കര വളർച്ചയാണ് ഇതിന്. അപ്പോൾ ഭാവിയിൽ ഇനിയും കായ്ക്കുന്നു വിചാരിക്കണം ഞങ്ങൾ. മണ്ടരിയാണ് മണ്ടരി, പക്ഷെ ഇത് റെഡി ആവട്ടാ. അങ്ങനെ ഞങ്ങൾ പയർ പൊട്ടിക്കണം, മുളക് പൊട്ടിക്കണം, അങ്ങനെ പരിപാടികളിലൊക്കെയാണ്. മുളക് കുറേ ഉണ്ടായിരുന്നു, ഇപ്പം പോയി. രണ്ടാമത് നമുക്ക് പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പയർ സംഭവങ്ങളൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.